മക്കളുടെ അനുസരണക്കേട് ഇന്ന് പല മാതാപിതാക്കളെയും വേദനിപ്പിക്കുന്നുണ്ട്. പഴയതുപോലെ അവരെ വഴക്ക് പറഞ്ഞോ അടിച്ചോ അനുസരിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ തലച്ചോറിന് വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. IQ ലെവൽ കൂടി, അതുകൊണ്ട് തന്നെ റീസണിങ് പവറും കൂടുതലാണ്. നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്തുകൊണ്ട്, എന്തിന് എന്ന ചോദ്യങ്ങൾ ഉയരും. എന്നാൽ സ്വന്തം അഭിപ്രായങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞാൽ തറുതല പറയുകയാണെന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാതാപിതാക്കൾ മക്കളോടുള്ള സമീപന രീതി മാറ്റിയെടുക്കണം. അടിക്കാതെ, വഴക്കു പറയാതെ കുട്ടികളെ അനുസരിപ്പിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്. ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള 5R ഫോർമുല. 5 തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ R, റോട്ടി. കുട്ടികൾക്കൊരു നല്ല ദിനചര്യ ഉണ്ടാക്കി കൊടുക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് വ്യക്തമാക്കണം. ഒരു ചിട്ടയോടുകൂടിയ ലൈഫായിരിക്കണം അവർക്കുണ്ടാക്കി കൊടുക്കേണ്ടത്. ഒരു ശീലമായി കഴിഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ അവർ കാര്യങ്ങൾ ചെയ്തുകൊള്ളും. R2, റിലേഷൻഷിപ്പ്. അതായത് മാതാപിതാക്കൾക്ക് മക്കളുമായി ഒരു വൈകാരിക ബന്ധമുണ്ടായിരിക്കണം. കുട്ടികളുമായി കളിക്കുക, സംസാരിച്ചിരിക്കുക, പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും വേണം. പ്രശ്നങ്ങൾ വന്നാൽ സോൾവ് ചെയ്യാനും ആശ്വസിപ്പിക്കാനും സമയം കണ്ടെത്തുക. വൈകാരിക ബന്ധങ്ങളെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. ഇങ്ങനെ ഒരു ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതെല്ലാം അവരനുസരിക്കും. R3, റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ R റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. പ്രായത്തിനനുസരിച്ചുള്ള ജോലികൾ അവരെ ഏൽപ്പിക്കണം. ഓരോ പ്രായത്തിലും കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടികൾ തന്നെ ചെയ്യട്ടെ. മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ അവർ ഉത്തരവാദിത്തം ഇല്ലാത്തവരായി മാറും. സ്വയം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നത്. നാലാമത്തെ R അംഗീകാരം, റെക്കഗ്നൈസ്. സ്വന്തം വീട്ടിൽ കുട്ടികൾ അംഗീകരിക്കപ്പെടണം. അവർ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെപ്പോലും അപ്രീഷിയേറ്റ് ചെയ്യണം. ആത്മാഭിമാനവും ആത്മവിശ്വാസവും അവരിൽ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും. അംഗീകാരവും സ്നേഹവും കിട്ടുന്ന കുട്ടി പറയുന്നത് എന്തും അനുസരിക്കും. അഞ്ചാമത്തെ R റിവാർഡ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് റിവാർഡ് കൊടുക്കണം. കൂടുതൽ സമയം കളിക്കാൻ അനുവദിക്കാം. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി അത് സാധിച്ചു കൊടുക്കണം. പറയുന്നത് എന്തും അനുസരിക്കാനുള്ളൊരു പ്രോത്സാഹനമാണ് അപ്പോൾ ലഭിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് കുട്ടികളോട് വേണ്ടത്.